സ്ഥലം അമ്മയാണ് എന്നെ രക്ഷിച്ചത്. ഞാൻ ഉടമ്പടിയിലായിരുന്നു ഡോക്ടറെ, അത് ഞാൻ ദൈവമായിട്ടുള്ളൊരു ഉടമ്പടിയായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആ കൃപാസനം പത്രം നേരെ നീട്ടി. കാര്യം ചേട്ടാ എന്നോട് പറഞ്ഞു ആ പത്രം കൊടുക്കണ്ട, ചിലപ്പോൾ മേടിച്ചില്ലെങ്കിൽ വിഷമമാകും എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഡോക്ടർക്ക് സമയം കിട്ടും, ഇത്രയും തിരക്കുള്ളൊരു ഡോക്ടറാണ്. ആ ഡോക്ടർ നേരെ ഈ പത്രം നീട്ടിയപ്പോൾ നിരാകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ എന്ത് തന്നെ അഭിമാനത്തിൽ ക്ഷതമേൽക്കുമെങ്കിലും സാരമില്ല, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനത് സഹിച്ചോളാം എന്ന് ഓർത്തുകൊണ്ട് ഞാൻ നീട്ടിയപ്പോൾ വളരെ ഭവ്യതയോടുകൂടി ആ ഡോക്ടർ ആ പത്രം മേടിക്കുകയും, അപ്പോൾ ഞാൻ പറഞ്ഞു സമയം കിട്ടുമ്പോൾ വായിക്കണം, കീറരുത്, വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കരുത്, ഇത് വിശുദ്ധമാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തത്. അപ്പോൾ ആ പത്രം അവിടെ സൂക്ഷിച്ചു വെച്ചു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൺസൾട്ടിങ്ങിന് വേണ്ടി ചെന്നപ്പോൾ എന്നെ കണ്ടപാടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും കൂടെ മോളെ ഓർത്തതേ ഉള്ളൂ, കാരണം കൃപാസനം പത്രത്തിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ പേരും എൻ്റെ ഓർമ്മയും വന്നു എന്ന് പറഞ്ഞു. കാരണം അതെനിക്കൊരു ഓസ്കാർ അവാർഡ് കിട്ടിയതുപോലെ എനിക്ക് തോന്നിയത്. കാരണം ഒരു കൃപാസനം പത്രത്തിലൂടെ ഡോക്ടർ എന്നെ ഓർക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ പ്രത്യക്ഷണം അവിടെ നടന്നു കഴിഞ്ഞു എന്നുള്ളത് ഡോക്ടർ അത് അംഗീകരിച്ചെന്നുള്ളതാണ് സത്യം.